വയനാട് മേപ്പാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കേരള ജനതയെ വീണ്ടും അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട്ടിൽ ഇന്നലെ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയിരുന്നത്. കൂടുതൽ തൊഴിലാളികൾ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നാണ് സംശയം. കുന്നിന്റെ മുകളിൽ നിന്നുള്ള ചെളിവെള്ളം ഗതിതിരിച്ചു വിടുന്നതിനായി 3 ഹിറ്റാച്ചിയും 10ഓളം തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇതിനിടെ ഈ വിഷയം പൊതുമരാമത്ത് വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി പി.കെ. ബഷീർ. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം PWDയുടെ മേൽ കെട്ടിവെക്കേണ്ടതില്ലെന്നും എല്ലാ ഉത്തരവാദിത്തവും കൊങ്കൺ റെയിൽവേക്കാണെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ ജോലി നിർത്തി ആളുകളെ മാറ്റിയതുകൊണ്ട് എഞ്ചിനീയർമാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ PWD കൂടുതൽ കുറ്റം പറയരുത്. PWD ഇതിന്റെ ഭാഗമല്ല. എല്ലാ അനുമതിയും നൽകിയത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണെന്നും വയനാടിന്റെ അവസ്ഥ ശരിക്കും അറിയുന്ന മന്ത്രിയാണ് താനെന്നും ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും ദുരന്തമൊഴിവാക്കാൻ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അല്ല, നമ്മളല്ല PWDയുടെ മേലെ നിങ്ങൾ ചാരണ്ട. നിങ്ങൾ കുത്തി ചോദിക്കുന്നത് ഇപ്പൊ അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് PWDയിലെ ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ. ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയോണ്ട് ഇതിന് വ്യത്യാസ വീണ നമ്മളല്ല. ഈ PWD ഇതിലൊരു ഭാഗമല്ലേ ഈ നിർമ്മാണത്തിലെ തുരങ്കപാത? അതിൽ അഗ്രിമെൻ്റ് ഞങ്ങൾക്കതിനകത്ത് ഇത് കിഫ്ബിയുടെ ഫണ്ടിൽ അവിടെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എൻജിനീയേഴ്സിനല്ല മേൽനോട്ടം. പക്ഷെ ഞങ്ങൾ ശക്തമായ മീറ്റിങ്ങിനകത്ത് സാറ് വിട്ട മീറ്റിങ്ങിനകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലിക്കാരും അവിടെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടില്ല. പെട്ടത് എൻജിനീയേഴ്സും സെക്യൂരിറ്റി ഗാർഡും ആണെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ ദുരിതത്തിലേക്ക് പോയത്. അത് മിനിസ്റ്റർ വളരെ സ്ട്രോങ് ആയി 3 മീറ്റിംഗ് ഈ കഴിഞ്ഞ 3 ആഴ്ചേൻ്റെ ഇടയ്ക്ക് മന്ത്രി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വിളിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയപ്പിച്ചു. അടുത്ത ആഴ്ചയും കൂടെ ഞങ്ങൾക്കൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ വെച്ചിട്ട് അത്രയും ഞങ്ങൾ ഗാർഡഡ് ആയിരുന്നു. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അവിടെ എൻജിനീയേഴ്സും മറ്റവരും മാത്രമായത്. മണ്ണ് കൂട്ടിയിട്ട് പോയിരുന്നു മഴക്കാലത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഇനി ആ മണ്ണ് എടുപ്പിക്കാൻ നിന്നിരുന്നെങ്കിൽ ആ എടുപ്പിക്കുന്ന പണിക്കാരും കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ CAയുടെ ഓഫീസേഴ്സും എൻവയോൺമെൻറ്റൽ ഓഫീസേഴ്സും ആയിട്ടാണ് പോയത്. വലിയ ടീമാണ് പോയത്. അപ്പോൾ CAയുടെ എൻജിനീയേഴ്സും പറഞ്ഞത് ഇപ്പം ഇനി ആ മണ്ണ് തൊടണ്ട, പകരം അവിടെ ഏരിയ എന്നുള്ള ആൾക്കാരും അതിൻ്റെ താഴ്ഭാഗത്ത് മീനാക്ഷി പുഴയുടെ അടുത്ത് നിന്നുള്ള വീട്ടുകാരെയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം, ചെലവ് കൊങ്കൺ എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. സർ, ഇത് മുന്നറിയിപ്പ് പറഞ്ഞിട്ട് നമ്മൾ വന്ന് ഇപ്പോൾ ജൂലൈ 10-ാം തീയതി തുടങ്ങിയത്. ഇതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിന്റെ വർക്ക് അറേഞ്ച്മെന്റ് കൊങ്കണാണ്, എല്ലാ മേൽനോട്ടവും കൊങ്കണാണ്. അല്ല, നമ്മളല്ല PWDയുടെ മേലെ നിങ്ങൾ ചാരണ്ട. നിങ്ങൾ കുത്തി ചോദിക്കുന്നത് ഇപ്പൊ അതാണല്ലോ. അല്ല, ഇത് നമ്മൾ പിന്നെ നാട്ടിലെ ഒരു വിഷയമായതുകൊണ്ട് PWDയിലെ ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിനെയും അങ്ങോട്ട് അയച്ചതാണ്. എല്ലാത്തിനും നിങ്ങൾ രാഷ്ട്രീയം കാണില്ലേ. ഒരു ദുരന്തം ഉണ്ടായതാ, ഉണ്ടാക്കിയോണ്ട് ഇതിന് വ്യത്യാസ വീണ നമ്മളല്ല.